ഒരു കാര്യം പറഞ്ഞേക്കാം. നമ്മുടെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ, UDFന്റെ സ്ഥാനാർത്ഥികൾ, ഇനി LDFന്റെ സ്ഥാനാർത്ഥികളാണെങ്കിലും വിജയിക്കുമെന്ന് ഉറപ്പുള്ളവരാണെങ്കിലും വല്ലാതെ അങ്ങനെ അവകാശവാദങ്ങൾ ഉന്നയിക്കുകയോ അതിൽ നിഗളിക്കുകയോ മറ്റുള്ളവരുടെ അസൂയയും അതുപോലെ കലിപ്പും സമ്പാദിക്കുന്ന തരത്തിൽ അത് പറഞ്ഞുകൊണ്ട് നടക്കുകയൊന്നും വേണ്ട. കണ്ണേറ് കിട്ടാൻ സാധ്യതയുണ്ട്, അതുപോലെ കരിനാക്ക്, അതിനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ജയിക്കുമോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ജയിക്കുമെന്ന് 100% ഉറപ്പുണ്ടെങ്കിൽ അത് തോറ്റു എന്നുള്ള നിലയിൽ പറഞ്ഞാൽ മതി. അപ്പൊ അവർക്ക് സമാധാനം ആയിക്കോളും. പിന്നെ നിങ്ങൾക്കെതിരായിട്ട് അവർ യാതൊരു കൂടോത്രവും ചെയ്യൂല. എനിക്ക് പരിചയമുള്ള ഒരു മുസ്ലിം രാഷ്ട്രീയ നേതാവുണ്ടായിരുന്നു. അദ്ദേഹം വഫാത്തായി. അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചാൽ വോട്ട് എണ്ണുന്ന ദിവസം അന്ന് ആ വോട്ടെണ്ണാൻ തുടങ്ങുന്നത് മുതൽ വോട്ട് എണ്ണി തീരുന്നത് വരെ പുള്ളി ഒരു ഹോമത്തിന്റെ മുമ്പിൽ, ഹോമകുണ്ടത്തിന്റെ മുന്നിലായിരിക്കും സമയം ചെലവഴിക്കുക. അപ്പൊ ഈ ഹോമം ചടങ്ങ്, ഹോമ ഇടൽ ചടങ്ങിന് നേതൃത്വം കൊടുക്കുന്നത് പ്രശസ്തമായ ഒരു ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രത്തിലെ ശാന്തിക്കാരനായിരിക്കും. അപ്പൊ ആ ഹോമത്തിന്റെ മുന്നിലായിരിക്കും അദ്ദേഹം സമയം ചെലവഴിക്കുക. കാരണം ഈ ഹോമത്തിന്റെ ഈ അനുഷ്ഠാനത്തിന്റെ ശക്തി കൊണ്ട് താൻ വിജയിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശ്യം. അപ്പൊ ഇത്തരത്തിലുള്ള ആത്മീയമായ സാധനകളിലൂടെയാണ് പല സ്ഥാനാർത്ഥികളും തങ്ങളുടെ വിജയം ഉറപ്പിക്കാറുള്ളത്. അങ്ങേയറ്റം പിരിമുറുക്കവും അങ്ങേയറ്റം മനസംഘർഷങ്ങളും അനുഭവിക്കുന്ന ദിനരാത്രങ്ങളാണ് ഈ മെയ് 4 വരെയുള്ള ദിവസങ്ങൾ. അപ്പൊ അതിന്റെ ഇടയിൽ ഇസ്തിഹാസ, ഇസ്തിയാന, മന്ത്രം, ഏലസ്, ഉറുക്ക്, ഇങ്ങനെയുള്ള പല മാർഗങ്ങളും പല സ്ഥാനാർത്ഥികളും അവലംബിക്കുന്നതായിട്ട് കേൾക്കുന്നുണ്ട്. ഇലക്ഷന്റെ സമയത്ത് തന്നെ ഓരോ മതക്കാരുടെയും ആരാധനാലയങ്ങളിൽ ചെന്ന് തുലാഭാരം നടത്തലും അതുപോലെ മറ്റു വഴിപാടുകൾ നടത്തലും ഒക്കെ ആയിട്ടാണ് പല ദൈവവിശ്വാസികളായ മുസ്ലിം സ്ഥാനാർത്ഥികളും ദൈവവിശ്വാസം ഇല്ലാത്ത നിരീശ്വരവാദികളായിട്ടുള്ള മുസ്ലിം സ്ഥാനാർത്ഥികളും ഒക്കെ തെരഞ്ഞെടുപ്പ് കാലം കഴിച്ചുകൂട്ടിയത്. ദൈവത്തിൽ വിശ്വാസമില്ലെങ്കിലും പല ആളുകൾക്കും ഈ മന്ത്രവാദത്തിലും കാര്യസിദ്ധിയിലും ഉദ്ദിഷ്ട കാര്യങ്ങളുടെ സാഫല്യത്തിലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഭയങ്കര വിശ്വാസമാണ്. അതുപോലെ കണ്ണേറിൽ വിശ്വാസമുണ്ട്, ലക്ഷണം നോക്കുന്നതിൽ വിശ്വാസമുണ്ട്. അങ്ങനെയൊക്കെയാണ് പല ആളുകളും ഉള്ളത്. അപ്പൊ ഏതായാലും ഇസ്തിഹാസ, പല മുജാഹിദുകളും ഇസ്തിഹാസ ചെയ്യുന്നവരല്ല, അവര് ഇസ്തിഹാസയ്ക്ക് എതിരാണ്, ശിർക്കാണ്. പക്ഷെ അവർ ഇസ്തിയാന എന്നുള്ള ഓമന പേരിലാണ് ഇപ്പൊ ഇസ്തിഹാസ നടത്തുന്നത്. രണ്ടും ഫലത്തിൽ ഒന്ന് തന്നെയാണ്. യാ ഇബാദല്ലാഹി അഈനൂനി. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഈ സമയത്ത് കൂടുതൽ ജാഗ്രത പുലർത്തണം. അതല്ലെങ്കിൽ നിങ്ങളുടെ വിജയ സാധ്യത അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നെ ഇത്തരം സങ്കേതങ്ങൾ അവലംബിക്കലും അങ്ങനെയുള്ള ആളുകളെ തേടിപ്പോക്കും അവരെ കൊണ്ട് സേവനങ്ങൾ, ഇത്തരം ക്രിയകൾ നടത്തിപ്പിക്കലും ഒക്കെ ഈ മാജിക്കൽ ആൻഡ് റെമഡീസ് ആക്ട് പ്രകാരം തെറ്റാണ് എന്നുള്ളത് ഈ ജനപ്രതിനിധികളാകാൻ വേണ്ടി രംഗത്ത് വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പൊ അതുകൊണ്ട് വളരെ ഒതുക്കത്തിലാണ് നിൽക്കാൻ പാടുള്ളൂ. സർവോപരി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വമ്പിച്ച സൗഭാഗ്യം, അതായത് ഇലക്ഷൻ ഫലം നിങ്ങൾക്ക് അനുകൂലമാകും എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാലും നിങ്ങളത് ആരോടും പറയാതിരിക്കുക. ആ കിട്ടാൻ പോകുന്ന വമ്പിച്ച നിഅമത്ത് ഒതുക്കി വെക്കുക. ആരെങ്കിലും ചോദിച്ചാൽ ജയിക്കൊന്നുമില്ല, തോക്കും എന്നുള്ളത് ഉറപ്പ്. ഒന്ന് വേണമെങ്കിൽ ഏങ്ങലടിച്ചും കാണിച്ചേക്കുക ആ ചോദിക്കുന്ന ആളോട്. അപ്പൊ അവരുടെ ദണ്ണം ഒഴിവായി കിട്ടും. പിന്നെ അവര് നിങ്ങൾക്കെതിരായിട്ട് മന്ത്രവാദോ അല്ലെങ്കിൽ കൈക്രിയകളോ ഒന്നും ചെയ്യൂല, സമാധാനമായിട്ട് പൊക്കോളും. അവര് അസൂയ വിചാരിക്കുന്നത് കൊണ്ടോ കണ്ണ് എറിയുന്നത് കൊണ്ടോ കരിനാക്കുകൊണ്ട് എന്തെങ്കിലും പറയുന്നത് കൊണ്ടുള്ള ഉപദ്രവമൊന്നും ഉണ്ടാവില്ല. പിന്നെ എല്ലാ സ്ഥാനാർത്ഥികളും അവരുടെ വീടിന്റെ മുകളിൽ കഴിയുമെങ്കിൽ ഒരു കഴുതച്ചക്ക, ഒരു കഴുതയല്ല കൈതച്ചക്ക കെട്ടിത്തൂക്കിയേക്കുക. അത് ഈ പറഞ്ഞ പോലെ കണ്ണേർ ഒഴിവാകാനൊക്കെ നല്ലതാണ്. ആരെങ്കിലും ചോദിച്ചാൽ ഒരു കൈതച്ചക്ക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അന്യം നിന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഒരെണ്ണം അങ്ങനെ കണ്ടപ്പോ പ്രകൃതിയോടുള്ള സ്നേഹം കൊണ്ട് ഞാനത് അവിടെ കൊടുന്ന ഒരു പച്ചപ്പിന് വേണ്ടി തൂക്കിയെന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഭൗതികമായ ഒരു വ്യാഖ്യാനം നൽകി അതിനങ്ങ് സാധൂകരിക്കുകയും ചെയ്തേക്കാം. ഒരു ഉപദ്രവവും നിങ്ങൾക്ക് വരൂല. എല്ലാവരും വിജയിക്കട്ടെ ട്ടോ.